എല്ലാവരും മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിട്ടുള്ള കഥ എല്ലാവരും കേട്ട് കാണും അല്ലേ? അതുപോലെ തന്നെയാണ് വിനുമോൾ അങ്ങനെ അനുമോളായി അല്ലേ? വിനുവിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ അവിടെ കാണിച്ചു തരാം. വിനു ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റ്. അതായത് അനുമോൾക്ക് എല്ലാ ഭാവുകങ്ങളും, ഭാവിയിലുള്ള എല്ലാ ഭാവുകളും ഞാൻ നേരുന്നു. അനുമോൾക്ക് എല്ലാ വിജയത്തിനുള്ള എല്ലാ പിന്തുണയും ഞാൻ നൽകുന്നതാണ്. പക്ഷേ ഞാൻ ചില ആൾക്കാരുടെ ഉപദേശപ്രകാരം കുറച്ച് അകലം പാലിക്കുന്നു. ഞാൻ വിട്ടു നിൽക്കുകയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞ് വിനു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതേ അനുഭവം വേറൊരാൾക്കും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിന് മുമ്പ്. കാരണം അനുമോള് ഫസ്റ്റ് ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അനുമോളുടെ ഏറ്റവും വലിയ കൂട്ടായിരുന്നു പ്ലാച്ചി, ആ ബൊമ്മ. ആ വെളിയിറങ്ങിയിട്ട് ആ ബൊമ്മയെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ അനുമോളെ ബിഗ് ബോസിൽ ഈ ജയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ലക്ഷ്മി. ലക്ഷ്മി ഭയങ്കര കരഞ്ഞ് മെഴുകുകയൊക്കെ ചെയ്തായിരുന്നു മറ്റേ അവിടെ സ്റ്റേജിൽ ഇരുന്നിട്ട്. ലക്ഷ്മി ഭയങ്കര സപ്പോർട്ടായിരുന്നു. വെളിയിറങ്ങി കഴിഞ്ഞപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു 1-2 ദിവസത്തേക്ക് ഏറ്റവും വലിയ ഡിസർവിങ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ തന്നെ കപ്പെത്തിയെന്ന്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അനീഷിന് മറ്റേ റോയ് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അവിടെയും ചെന്ന് ലക്ഷ്മി തൻ്റെ എന്താ പറയുന്ന ഒരു സാന്നിധ്യം അറിയിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ ലക്ഷ്മിയുടെ വേറൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഇങ്ങനെ വോക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. അനുമോൾക്ക് അന്ന് അവർക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്താണ്. ഇപ്പോൾ അനുമോൾക്ക് സംസാരിക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, അനുമോൾ തന്നെ സംസാരിച്ചോളൂന്ന്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ബിനുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബിനുവിന് PR ആണ്, ജിൻഡോയുടെ PR ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും ആ കാശ് പോലും കിട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗെയിമിംഗ് കളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാളുടെ വ്യക്തിത്വം. കാരണം ഈ അനുമോളും ഈ ലക്ഷ്മിയുടെ ഏകദേശം വേവ് ലെങ്ത് ഒന്ന് തന്നെയാണ്. അതായത് ആണുങ്ങളെ എത്രമാത്രം മോശമായി ചിത്രീകരിക്കാവോ അത്രമാത്രം മോശമായി ചിത്രീകരിച്ചിട്ടുള്ള 2 വ്യക്തികളാണ് ഈ അനുമോളും. അതായത് ഒനീൽ സാബുവിനെയും അക്ബറിനെ എന്തും വേണ്ടി വർത്താനം പറഞ്ഞിട്ടുണ്ട്. മോശം ശരിയല്ല, ബെസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്കുകൾ ഈ അനുമോള് വായിന്ന് വന്നിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിക്ക് നല്ലപോലെ വേണ്ടത് വയറ് നിറച്ച് കിട്ടി. ഇപ്പോൾ അടുത്തത് വിനുവിനും കിട്ടുന്നുണ്ട്. ഇനി കിട്ടാൻ പോകുന്നത് ഷിയാസ് കരീമിനാണ്, 3ാമത്തെ പ്ലാച്ചി. എന്തായാലും നമുക്ക് കാണാം ഇനി എന്താണ് നടക്കാൻ പോകുന്നുള്ള കാര്യം.